ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നജ്വാൻ ഡാർവിഷിൻ്റെ ദ ഷെല്ലിംഗ് എൻഡഡ് എന്ന കവിതയാണ്. ഇതൊരു പവർഫുൾ ആയിട്ടുള്ളൊരു കവിതയാണ്. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ കവിത എഴുതിയത്. പാലസ്തീനിൽ പ്രത്യേകിച്ച് ഗാസയിൽ നടന്ന ഇസ്രയേലി ആക്രമണങ്ങളുടെ പശ്ചാത്തലം. അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. നോ വൺ വിൽ നോ യു ടുമോറോ. അപ്പോൾ ടുമോറോ എന്നത് സിംബിളൈസ് ചെയ്യുന്നത് ഫ്യൂച്ചർ, ഭാവിയെ സൂചിപ്പിക്കുന്നു. അതായത് ഭാവിയിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ വേദന, നിങ്ങളെക്കുറിച്ച് ഒന്നും നിലനിൽക്കില്ല. വാട്ട് ഡസൻ ഓൺലി കിൽ പീപ്പിൾ, ഇറ്റ് കിൽസ് മെമ്മറി ആൻഡ് ഐഡൻറ്റിറ്റി. ഈ വരി പറയുന്നത് എന്താണ്? വാർ ഇറേസ് ചെയ്യുന്നത് എന്താണ്? ഒരു പേഴ്സൻ്റെ ഐഡൻറ്റിറ്റി തന്നെയാണ്. The shelling ended only to start again with you. The shelling ended. ഈ ഒരു ഫ്രേസ് ഒരു പ്രതീക്ഷ നൽകുന്നത് പോലെ തോന്നുമെങ്കിലും അത് സത്യത്തിൽ ആശ്വാസമല്ല. എന്താണ് ഇവിടെ പറയുന്നത്? The shelling ended only to start again with you. War seems to stop outside. പക്ഷേ വേദനയും ഭയവും അവസാനിച്ചിട്ടില്ല. ആക്രമണത്തിന് ശേഷമുള്ള അതിൻ്റെ ആഘാതം തുടരുന്നു. അപ്പോൾ ഒരു സർവൈവറിൻ്റെ മനസ്സിൽ ഫിയറും ട്രോമയും മനസ്സിനുള്ളിൽ തുടരുന്നു. ദ ബിൽഡിങ്സ് ഫെൽ, ദ ഹൊറിസോൺ ബേൺഡ്. അപ്പോൾ യുദ്ധം വീടുകളും മനുഷ്യരുടെ പ്രതീക്ഷകളും ഡിസ്ട്രോയ് ചെയ്യുന്നു. ഹൊറിസോൺ എന്നത് യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹോപ്പ് അല്ലെങ്കിൽ ഡ്രീംസ് അല്ലെങ്കിൽ ടുമോറോ, ഫ്യൂച്ചറിനെയാണ്. അപ്പോൾ ഈ വരി യുദ്ധം സൃഷ്ടിക്കുന്ന പൂർണ്ണ നാശം കാണിക്കുന്നു. കെട്ടിടങ്ങൾ തകർന്നു, അതായത് വീടുകളും സുരക്ഷയും സാധാരണ മനുഷ്യൻ്റെ ജീവിതവും ഡിസ്ട്രോ ആയി. അതുപോലെ ഹൊറിസോൺ ബേൺഡ്, അതായത് പ്രതീക്ഷയും ഭാവിയും ഡിസ്ട്രോയ് ആയി. അപ്പം വാർ ടേൺസ് ഈവൻ ദ ഫ്യൂച്ചർ ഇൻ ടു ഫയർ. അപ്പം എന്തൊക്കെയാണ് വാർ ഡിസ്ട്രോയ് ചെയ്തത്? വാർ ഡിസ്ട്രോയ്സ് ബോത്ത് ഹോംസ് ആൻഡ് ഹോപ്സ്. ഓൺലി ഫോർ ഫ്ലെയിംസ് ടു റേജ് ഇൻസൈഡ് യു. അതായത് പുറത്തെ തീയും നാശവും മനസ്സിനുള്ളിലെ വേദനയും കോപവും ഭയവുമായി മാറുന്നു. അത് കെട്ടിടങ്ങൾ കത്തിയതുപോലെ ജീവിച്ചിരിക്കുന്നവരുടെ ഉള്ളിൽ വേദന കത്തിക്കൊണ്ടിരിക്കുന്നു. റിയൽ ഫയർ ബേൺസ് ഇൻസൈഡ് ദ സർവൈവർ എന്നാണ് കവി പറയുന്നത്. യുദ്ധം ശരീരത്തേക്കാൾ കൂടുതൽ മനസ്സിനെ തകർത്തു എന്ന് ഈ വരി പറഞ്ഞു തരുന്നു. ഫ്ലെയിംസ് ദാറ്റ് ഡിവോർ ഈവൻ സ്റ്റോൺ. അപ്പോൾ സ്റ്റോൺ എന്നത് സിംബിളൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? സ്ട്രെങ്ത്, ശക്തി, ഇല്ലെങ്കിൽ ഹാർഡ്നെസ്, ഇല്ലെങ്കിൽ എൻഡ്യൂറൻസ്, അതായത് സഹനശേഷി. അപ്പോൾ ഇവിടെ പറയുന്ന തീ യഥാർത്ഥ തീയല്ല, ഫ്ലെയിംസ് ദാറ്റ് ഡിവോർ ഈവൻ സ്റ്റോൺ. പിന്നെയോ യുദ്ധം സൃഷ്ടിക്കുന്ന മാനസിക വേദനയും ഭീതിയുമാണ്. ഈ വേദന ഏറ്റവും ശക്തനായ മനുഷ്യനെയും തകർക്കും എന്ന് ഈ വരി കാണിച്ചു തരുന്നു. വാർ പെയിൻ ഈസ് സോ ഇൻറ്റൻസ് ഇറ്റ് ബ്രേക്സ് ഈവൻ ദ സ്ട്രോങ്ങസ്റ്റ് people. The murdered are sunk in sleep, but sleep will never find you awake forever. The murdered are sunk in sleep. അപ്പം മരിച്ചവർ ശാന്ത നിദ്രയിലാണ്. The dead are at peace. They no longer suffer. അവർക്ക് ഇനി വേദനയില്ല. ഇവിടെ ഉറക്കം മരണത്തിൻ്റെയും ശാന്തിയുടെയും പ്രതീകമാണ്. സ്ലീപ്പ് എന്നത് ഒരു സിമ്പിൾ ഓഫ് ഡെത്ത് അല്ലെങ്കിൽ സിമ്പിൾ ഓഫ് പീസ് ആണ്. കൊല്ലപ്പെട്ടവർ ഇനി വേദനയും ഭയവും അനുഭവിക്കുന്നില്ല. അപ്പം ബട്ട് സ്ലീപ്പ് വിൽ നെവർ ഫൈൻഡ് യു. മരിച്ചവർ ശാന്തിയിലായപ്പോൾ ജീവിച്ചിരിക്കുന്നവരോ അവർ വേദനയിൽ തുടരുന്നു. ക്രൂവൽ റിയാലിറ്റി ഓഫ് വാർ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് ഡെത്ത് ബ്രിങ്സ് സൈലൻസ് ബട്ട് സർവൈവൽ ബ്രിങ്സ് എൻലെസ് പെയിൻ. അപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് സർവൈവേഴ്സിന് ഉറക്കം ലഭിക്കുന്നില്ല. ബിക്കോസ് എന്തൊക്കെ കാരണമാണ്? ഫിയറും മെമ്മറീസും കാരണം. അപ്പോൾ ഈ വരികൾ ജീവിച്ചിരിക്കുന്നവരുടെ മാനസിക വേദന എടുത്തു കാണിക്കുന്നു. അതായത് ഭയം, കുറ്റബോധം, ഓർമ്മകൾ ഇവയെല്ലാം അവരെ വേട്ടയാടുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ മനസ്സിലെന്നും വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദ സർവൈവേഴ്സ് ക്യാൻ നെവർ റെസ്റ്റ്, ട്രോമ കീപ്സ് ദം എവേക്ക്. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് എവേക്ക് ഫോർ എവർ, അതായത് എപ്പോഴും ജാഗരൂകരായി ജീവിക്കേണ്ട അവസ്ഥ. എങ്ങനെ ജീവിക്കേണ്ട അവസ്ഥ? ഭയത്തോടെ ജീവിക്കേണ്ട അവസ്ഥ. Awake until they crumble. These massive rocks said to be the tears of retired God. അപ്പോൾ awake until they crumble. അപ്പോൾ ഈ വരി എൻലെസ് വിജിലൻസ്, അതായത് അവസാനമില്ലാത്ത ജാഗ്രതയും മെൻ്റൽ എക്സോഷൻ, അതായത് മാനസിക ക്ഷീണവും പ്രകടിപ്പിക്കുന്നു. അതായത് ദേ ക്രംബിൾ, അതായത് യുദ്ധം, പീഡനം, വിധി, ഒപ്രഷൻ പോലുള്ള മാറ്റാനാവാത്ത ശക്തികളെ സൂചിപ്പിക്കുന്നത് ഹ്യൂജ് അൺചേഞ്ചബിൾ ഫോഴ്സസ്. അതുപോലെ ദേ ഓൾസോ റിഫ്ലക്ട് ദ ട്രോമ, അതായത് ദ വെയ്റ്റ് ഓഫ് ട്രോമ ദാറ്റ് പീപ്പിൾ
ക്യാരി. എന്താ പറയുന്നത്? അവേക്ക് അൺടിൽ ദേ ക്രംബിൾ. അത് അവേക്ക് ഉണർന്നിരിക്കുക എന്നത്. സർവൈവർ ഈസ് നെവർ അറ്റ് പീസ്. പിന്നെയോ ഓൾവേസ് അലേർട്ടാണ്, ഓൾവേസ് സഫറിങ് ആണ്, മനസ്സിന് സമാധാനമില്ല. ആ ശക്തികൾ തകരുന്നത് വരെ മനുഷ്യൻ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കേണ്ടി വരുന്നു. അതായത് അസഹനീയമായ സഹനം. സോ എവേക്ക് ചെയ്യണം അൺടിൽ ഈവൻ ദീസ് സീമിംഗ്ലി ഇറ്റേർണൽ പവേഴ്സ് ഫൈനലി ബ്രേക്സ്. അപ്പോൾ കവി എന്താണ് പറയുന്നത്? ഈവൻ ദ സ്ട്രോങ്ങസ്റ്റ് സിസ്റ്റം ഓഫ് വയലൻസ് വിൽ സം ഡേ കൊളാപ്സ് ബട്ട് ഓൺലി ആഫ്റ്റർ അൺബെയറബിൾ എൻഡ്യൂറൻസ്. ദീസ് മാസി റോക്ക് സെറ്റ് ടു ബി ദ ചോസ് ഓഫ് റിട്ടയർഡ് ഗോഡ്. അപ്പോൾ ഈ മാസി റോക്ക് എന്നുള്ളത് നൂറ്റാണ്ടുകളായുള്ള വേദനയും ദുഃഖത്തെയും പ്രതിനിധീകരിക്കുന്നു. അത് ദുഃഖം ഇത്രയും നീണ്ടു നിൽക്കുന്നതിനാൽ ദൈവം പോലും മൗനത്തിലായതുപോലെ തോന്നുന്നു. അതായത് ഗ്രീഫ് ഹാസ് ഹാർഡൻഡ് ഇൻ ടു സ്റ്റോൺ. റിട്ടയർഡ് ഗോഡ് എന്നത് മനുഷ്യരെ കാത്തു സൂക്ഷിക്കാത്ത പിന്മാറിയ ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു. അതായത് ഗോഡ് ഹാസ് നോ ലോങ്ങർ പ്രൊട്ടക്ട് ഹ്യൂമാനിറ്റി. അതായത് റോക്സിനെ എന്തായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ടിയേഴ്സ്, കണ്ണുനീർ. അപ്പോൾ ഇതിലൂടെ കാണിക്കുന്നത് ഈവൻ ഗോഡ്സ് ആർ പവർലെസ് ആൻഡ് ദേ ആർ ഗ്രീവിങ്. വിശ്വാസം പോലും തകർത്ത ഒരു ലോകമാണ് കാണിക്കുന്നത്. ഹ്യൂമൻ സഫറാകുന്നു, മനുഷ്യർ ഒറ്റയ്ക്കാണ് വേദനിക്കുന്നത്. വിത്തൗട്ട് ഡിവൈൻ ജസ്റ്റിസ് ഓർ മേഴ്സി. അപ്പോൾ ദെയർ ടിയേഴ്സ് ടേണിംഗ് ഇൻ ടു റോക്സ് മീൻസ് സോറോ ഹാസ് ബിക്കം ഹാർഡ്, സോറോ ഹാസ് ബിക്കം പെർമനൻറ്റ് ആൻഡ് ലൈഫ്ലെസ്. അതായത് ദുഃഖം എന്നത് ഇനി മാറ്റാനാവാത്തതും കഠിനവുമായിരിക്കുന്നു. സഫർ കണ്ടിന്യൂ ചെയ്യും വിത്തൗട്ട് ഹോപ്പ് ഓഫ് ഡിവൈൻ റെസ്ക്യൂ. അപ്പോൾ ചുരുക്കത്തിൽ ഏറ്റവും ശക്തമായ സംവിധാനങ്ങൾ പോലും തകരുന്നതുവരെ മനുഷ്യർ ഉണർന്നിരിക്കണം. അതുപോലെ വേദനിച്ചുമാണ് അവർ ജീവിക്കുന്നത്. അതുപോലെ രണ്ടാമത് എന്താ പറയുന്നത്? ദൈവങ്ങൾ പോലും സഹിക്കാനാവാതെ പിന്മാറി ഈ ലോകത്തിൽ നിന്നും. ഗോഡ് ദംസെൽസ് ഹാവ് ഗിവൺ അപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 ഇമേജസ്, അതായത് എവേക്ക്, റോക്സ്, ഗോഡ്, ഇവയിലൂടെ കവി പറയുന്നത് ഹൗ കംപ്ലീറ്റ്ലി വോർ ഹാസ് ബ്രോക്കൺ ദ നാച്ചുറൽ ആൻഡ് മോറൽ ഓർഡർ എന്നാണ്. ഫോർഗീവ്നെസ് ഹാസ് എൻഡേഡ്. അപ്പം പെയിൻ ഹാസ് ഡിസ്ട്രോയ്ഡ് ദ എബിലിറ്റി ടു ഫോർഗിവ്. എക്സ്ട്രീമും റിപ്പീറ്റഡുമായ ആക്രമണവും വേദനയും മനുഷ്യർക്ക് ക്ഷമിക്കുവാനുള്ള കപ്പാസിറ്റി പോലും നശിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതായത് യുദ്ധം ജീവൻ മാത്രമല്ല, ക്ഷമിക്കാനുള്ള മനുഷ്യൻ്റെ ശേഷിയും നശിപ്പിക്കുന്നു. ഒരു കംപ്ലീറ്റ് മോറൽ ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ കാണിക്കുന്നത്. മനുഷ്യർ സഹിക്കാവുന്നതിനപ്പുറം വേദനിച്ചിരിക്കുന്നു, അതിനാൽ ക്ഷമിക്കാൻ കഴിയുന്ന അവസ്ഥ തന്നെ ഇല്ലാതായി. Forgiveness has ended. Mercy is bleeding outside of time. ഇവിടെ ഒരു പെർസോണിഫിക്കേഷൻ ഉണ്ട്. മേഴ്സി ആസ് എ വൂണ്ടഡ് ബീങ്. കരുണയെ ഒരു മുറിവേറ്റ ജീവിയായി കാണിക്കുന്നു. അക്രമം കരുണയെ പരിക്കേൽപ്പിച്ചു. അപ്പം മേഴ്സി ഈസ് ബ്ലീഡിങ് ഔട്ട്സൈഡ് ഓഫ് ടൈം. ഔട്ട്സൈഡ് ഓഫ് ടൈം എന്ന് പറയുമ്പം കരുണ ഇപ്പോഴുള്ള ലോകത്തിൻ്റെ ഭാഗമല്ല, പിന്നെയോ അത് ഓർമ്മകളിലോ ആഗ്രഹങ്ങളിലോ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പം വാർ വൂൺസ് മേഴ്സി സോ ഡീപ്ലി ദാറ്റ് ഫോർഗീവ്നെസ് ഡിസപ്പിയേഴ്സ് ഫ്രം ഹ്യൂമൻ ലൈഫ്. യുദ്ധം മനുഷ്യൻ്റെ കരുണയെ അത്രത്തോളം നശിപ്പിച്ചതിനാൽ ക്ഷമ അവസാനിക്കുകയും കരുണ ഇപ്പോഴുള്ള നമ്മുടെ ഈ ലോകത്തിൽ നിന്നും പുറത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു. അപ്പോൾ 2 കാര്യങ്ങളുണ്ട് ഈ വരികളിലൂടെ പറഞ്ഞു തരുന്ന ഈ 2 വരിയിലും. വാർ ഹാസ് ഡിസ്ട്രോയ്ഡ് ഹ്യൂമൻ കമ്പാഷൻ സോ കംപ്ലീറ്റ്ലി ദാറ്റ് ഫോർഗീവ്നെസ് നോ ലോങ്ങർ എക്സിസ്റ്റ്. രണ്ടാമത് എന്താണ്? മേഴ്സി ഹാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ പ്രസൻറ്റ് വേൾഡ്. നോ വൺ നോസ് യു നൗ ആൻഡ് നോ വൺ വിൽ നോ യു ടുമോറോ. അപ്പോൾ ഈ വരികൾ എക്സ്പ്രസ് ചെയ്യുന്നത് ടോട്ടൽ ഇറേസർ അല്ലെങ്കിൽ അബാൻമെൻറ്റ് ആണ്. അപ്പോൾ യുദ്ധം കാരണം പീപ്പിൾ ബിക്കം ഇൻവിസിബിൾ. ഇപ്പോൾ ആരും അവരെ പരിഗണിക്കുന്നില്ല. ആൻഡ് നോ വൺ കെയർസ് അബൌട്ട് ദം നൗ. ഭാവിയിലും ആരും അവരെ ഓർക്കില്ല. യു ലൈക്ക് ദ ട്രീസ് ആർ പ്ലാന്റഡ് ഇൻ യുവർ പ്ലേസ് വൈൽ ദ ഷെൽസ് ആർ ഫോളിങ്. അപ്പം മനുഷ്യനെ ഒരു മരത്തോട് ഉപമിക്കുന്നു. മരം പോലെ ദേ ആർ അൺഎബിൾ ടു മൂവ് ഓർ ദേ ആർ അൺഎബിൾ ടു എസ്കേപ്പ്. അവിടെ തന്നെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ. ദേ ആർ ഫോഴ്സ്ഡ് ടു സ്റ്റേ. അപ്പോൾ ബോംബുകൾ വീഴുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്ന? ഓടിപ്പോകാൻ കഴിയാതെ നിശബ്ദമായി സഹിക്കുകയാണവർ. നമുക്ക് ഒരു കൺക്ലൂഷൻ പറയുവാണെങ്കിൽ ഈ കവിതയിൽ യുദ്ധത്തിൽ ബോംബാക്രമണം അവസാനിച്ചാലും യഥാർത്ഥത്തിൽ അവസാനിക്കുന്നില്ല എന്ന് കവി പറയുന്നു. അതായത് മരിച്ചവർക്ക് വിശ്രമമുണ്ടെങ്കിലും ജീവനുള്ളവരുടെ മനസ്സിൽ വേദന തുടരുന്നു. യുദ്ധം എല്ലാം നശിപ്പിച്ചു. യുദ്ധം ക്ഷമ ഇല്ലാതാക്കി, കരുണ ഇല്ലാതാക്കി, സമാധാനമില്ലാതായി, അതുപോലെ മോറൽ ഓർഡർ ഇല്ലാതായി, ഐഡൻറ്റിറ്റി എന്നിവയെ നശിപ്പിച്ചു. അതുപോലെ മനുഷ്യർ മരങ്ങളെപ്പോലെ അവിടെ കഴിയുകയും നിശബ്ദമായി യുദ്ധം സഹിക്കേണ്ടി വരികയും ചെയ്യുന്നു. അതായത് സാധാരണ ജനങ്ങൾ നിസ്സഹായരായി യുദ്ധം സഹിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് കവിത ചിത്രീകരിക്കുന്നത്. ഈ കവിതയുടെ തീംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ലോസ് ഓഫ് ഐഡൻറ്റിറ്റി, പിന്നെ എന്നതാണ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹ്യൂമൻ വാല്യൂസ്, ട്രോമ ഓഫ് സർവൈവേഴ്സ്, ഹെൽപ്ലെസ്നെസ് ഓഫ് സിവിലിയൻസ്, അതുപോലെ തന്നെ ഡിവൈൻ അബാൻമെൻറ്റ്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.